ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് എടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം ജസ്റ്റ് ടൂൾസിൽ പോവാം. HTML കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ട് പോയത്. അപ്പോൾ ഇന്നൊരു HTML പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോയി. പിന്നെ അത് നാളെ വേറൊരാളായിരിക്കും ചിലപ്പോൾ ആ പേജ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്കിത് മനസ്സിലാവില്ല. ഈ ചെറിയ 1-2 ടാഗ് എഴുതി പോകുന്നതാണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരു വലിയൊരു കോഡെല്ലാം ആണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ ഭയങ്കര പണിയായിരിക്കും, അതിൽ ചെറിയൊരു സാധനങ്ങൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഹെഡിങ് വേറെ എഴുതും, അങ്ങനെ ഓരോ സെക്ഷൻസായിട്ട് എഴുതും. അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കമൻറ്റും കൂടി എഴുതി വെക്കും. അപ്പോൾ കമൻറ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആംഗിൾ ബ്രാക്കറ്റ് ഇടും, അതിനുശേഷം എക്സ്ക്ലമേഷൻ മാർക്ക് ഇടും, അതിനുശേഷം 2 മൈനസ് ഇടും. അതിനുശേഷം അതിൻ്റെ അകത്ത് നമ്മൾ എന്താണോ ടെക്സ്റ്റ് നമുക്ക് എഴുതേണ്ടത് കമൻ്റായിട്ട് അത് എഴുതും. VS കോഡിൽ നമ്മൾ എഴുതുമ്പോൾ ഇത്ര മാത്രമേ എഴുതേണ്ട ആവശ്യം വരും, ബാക്കി ക്ലോസിങ് എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് VS കോഡിൽ വരും. അതാണ് VS കോഡിൻ്റെ യൂസേജ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് VS കോഡിൽ അതൊന്ന് ചെയ്ത് നോക്കാം. VS കോഡ് ഓപ്പൺ ആക്കാം. അത് ഫയലിൽ ഓപ്പൺ ഫോൾഡർ കൊടുക്കാം. ഈ ഡ്രൈവിൽ പോയിട്ട് ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആക്കുന്നു, Day 3 എന്ന് പറഞ്ഞിട്ട്. അത് ഓപ്പൺ ചെയ്യും. ഫസ്റ്റ് പേജ് index.html, എക്സ്ക്ലമേഷൻ മാർക്ക് ഇടാം, എൻ്റർ അടിക്കാം. ജസ്റ്റ് കോപ്പി ചെയ്യുക, കോപ്പി പാത്ത്, ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്തിടാം. ഓക്കെ, ഇപ്പോൾ ഒരു H2 ടാഗ് ഇട്ടു. അതിലിപ്പോൾ ഒരു ഹെഡിങ് എഴുതി, ഹലോ വേൾഡ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു കമൻറ്റ് എഴുതണം, ഇതൊരു ഹെഡിങ്. ഓക്കെ, ജസ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് ഇടാം, അതിന് ശേഷം എക്സ്ക്ലമേഷൻ മാർക്ക് 2 മൈനസ്. അപ്പോൾ കംപ്ലീറ്റ് ആയി വന്നു. ഹെഡിങ് കൊടുത്തു. നമ്മളിപ്പോൾ ഇത്ര ടൈപ്പ് ചെയ്തു നമ്മൾ. അതിന് പകരം നമുക്കിപ്പോൾ ജസ്റ്റ് ഇവിടെ ഹെഡിങ് എഴുതാം, അതിനുശേഷം ജസ്റ്റ് സ്പേസ് വിടാം. അതിനുശേഷം വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ, അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്ക്, അത് ജസ്റ്റ് ആ 2 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കമൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇത് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ലൈനിൽ വരാം, ജസ്റ്റ് കൺട്രോളും ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സിമ്പിളും ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇത് ഇപ്പോൾ ഈ 3 ലൈന് നമ്മൾ കമൻറ്റ് ചെയ്തു. നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ കാണാം, കണ്ട ആ ലൈനൊന്നും ഇതിനകത്തേ വന്നില്ല. നമുക്ക് കമൻ്റ് ഇട്ടാൽ അത് ഒരിക്കലും ഡിസ്പ്ലേ ആവുമല്ലോ. ജസ്റ്റ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഒരു പ്രോഗ്രാമർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കമൻറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്കൊരു ഇമേജിൽ ആഡ് ചെയ്ത് നോക്കാം. ഒരു വെബ്സൈറ്റിൽ ഇമേജ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇമേജ് ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് IMG ടാഗ്. ഓക്കെ, IMG ടാഗിന് ഉണ്ടോ ഓപ്പണിംഗ് ഉണ്ട്, ഇനി ക്ലോസിംഗ് ഇല്ല. ഓക്കെ, നമ്മൾ ഇൻപുട്ട് ടാഗ് ഇന്നലെ കണ്ടു, അപ്പോൾ അതിനും ക്ലോസിംഗ് ഇല്ല. അതുപോലെ തന്നെ ഇമേജ് ടാഗിനും ക്ലോസിംഗ് ഇല്ല. ഇതിന് 2 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്, SRCയും ALT. ALT എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഇമേജ് ലോഡ് ആയില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നെറ്റിൻ്റെ സ്പീഡ് അതെല്ലാം നോക്കി ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും, ഒരു ചെറിയ ഡിലേ. ആ ടൈമിൽ ഇവിടെ എന്താണോ എഴുതിയത് അതായിരിക്കും അവിടെ തൽക്കാലം ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുശേഷം SRCയിൽ കൊടുത്ത ഇമേജ് ഡിസ്പ്ലേ ആവും. ഇപ്പോൾ ഇവിടെ തൽക്കാലം എന്ത് കൊടുക്കാം, ഇമേജ് എന്ന് കൊടുത്തു. വേണ്ട, ഇപ്പോൾ ആ ഒരു ഇമേജ് ഇല്ലെങ്കിലും ആ എഴുതിയ ടെക്സ്റ്റ് ഡിസ്പ്ലേ ആവും. ഇപ്പോൾ ഒരു ഇമേജ് ഗൂഗിളിൽ നമുക്ക് എടുക്കാം. ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് എടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം ജസ്റ്റ് ടൂൾസിൽ പോവാം. അതിനുശേഷം യൂസേജ് റൈറ്റ് ക്രിയേറ്റീവ് കോമൺ ലെൻസസ് ഇടുക. അതിനുശേഷം അതിൽ വരുന്ന ഒരു ഇമേജ് എടുക്കുക. ഓക്കെ, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം, കോപ്പി ഇമേജ് അഡ്രസ്സ് എടുക്കാം. എന്നിട്ട് ആ ഒരു ഇമേജിൻ്റെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടോ ആ ഒരു ഇമേജ് വന്നു. ഇമേജിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വിഡ്ത്തും എല്ലാം കൊടുക്കാൻ പറ്റും, ഹൈറ്റും വിഡ്ത്തെല്ലാം. ഹൈറ്റ് ഒരു 500. ഈ 500 എന്ന് കൊടുത്ത് പിക്സലാണ് കേട്ടോ സൈസ്. അപ്പോൾ പിക്സൽ എന്താണ് ആ കാര്യങ്ങൾ നമുക്ക് CSSൻ്റെ ഇതിൽ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇമേജ് ആഡ് ചെയ്ത് നമ്മളൊരു ലിങ്കാണ് ആഡ് ചെയ്തത് ഇമേജിൻ്റെ SRCയിൽ. അതിന് പകരം നമുക്കൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സേവ് ഇമേജ് ആസ് കൊടുക്കുന്നു. ശേഷം നമ്മൾ ഫോൾഡറിലേക്ക് തന്നെ സേവ് ചെയ്യുന്നു. ഡേറ്റ് 3 ഫയൽ നെയിം PNG എന്ന് കൊടുക്കാം. അത് പെട്ടെന്ന് നമുക്ക് SRCയിൽ എഴുതാൻ പറ്റുമല്ലോ. ഉണ്ടോ, ഇപ്പോൾ സെയിം ഫോൾഡറിലാണ് വന്നിട്ടുള്ളത് ഇമേജും HTML ഫയലും. അതുകൊണ്ട് നമുക്കിവിടെ ജസ്റ്റ് img.jpg ഈ എക്സ്റ്റൻഷൻ എന്തായാലും കൊടുക്കണം കേട്ടോ. ആ പേര് മാത്രം കൊടുത്തിട്ടേ അല്ല, എക്സ്റ്റൻഷൻ അടക്കം കൊടുക്കണം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് നമുക്ക് അവിടെ കാണാം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഒരു ഫോൾഡർ ഉണ്ട്, ഒരു ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്താണ് ഈ ഒരു ഇമേജ് ഇല്ലെങ്കിൽ ഇതുപോലെ വിളിച്ചാൽ നമുക്ക് ആ ഒരു ഇമേജ് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ images/img.jpg ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് VS കോഡിൽ ജസ്റ്റ് കൺട്രോളും സ്പേസും അടിക്കാം. അപ്പോൾ സജഷൻസ് വരും ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. ജസ്റ്റ് ഇമേജസ് എടുക്കാം, അതിനുശേഷം img.jpg എന്നുള്ള ഒരു ഇമേജ് എടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഗൂഗിളിൽ നമുക്ക് എടുക്കുമ്പോൾ കണ്ടോ പല സൈസിലുള്ള ഇമേജ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. ലാർജ് സൈസിൽ ഇമേജ് ആണെങ്കിൽ ലാർജ് കൊടുക്കാം. ഓക്കെ, പിന്നെ കളർ, ഇപ്പോൾ റെഡ് കളറിൽ ഇമേജ് മാത്രം മതി നമുക്കെങ്കിൽ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ട്. ഓക്കെ, അതുപോലെ ടൈപ്പ്, ഏത് ടൈപ്പിൽ ഇമേജ് വേണം ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളാവും. ഇപ്പോൾ ഈ കളർ ഇമേജ് വേണ്ടി വരും, അത് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഓരോ ഷെയ്ഡ്സിനനുസരിച്ചെല്ലാം നമുക്ക് ഇമേജ് വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു ബ്ലൂ കളർ കൊടുത്താൽ ആ ഒരു കളറിനായിട്ട് മാച്ചാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഇമേജ് എടുത്ത് ഇടാൻ നമുക്ക് എളുപ്പമായിരിക്കും ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കുമ്പോൾ. അല്ലാതെ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ കളർ കുത്തി കയറ്റി കഴിഞ്ഞാൽ കാണാനൊരു ഇതുണ്ടാവില്ല. ഓക്കെ, ഇതുപോലെ തന്നെ വീഡിയോ ടാഗും ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇമേജ് ആഡ് ചെയ്തു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സൈറ്റെല്ലാം വിസിറ്റ് ചെയ്യാൻ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ടാഗ് ഓപ്പൺ ആക്കാം, അതിൻ്റെ ഉള്ളിൽ വിഡ്ത്തും ഹൈറ്റും കൊടുക്കാം. ഈ കൺട്രോൾസ് ഒന്ന് കൊടുക്കുക, ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് വെബ്സൈറ്റിൽ ഇട്ടതിന് ശേഷം ഞാൻ നോക്കാം, ഇതൊക്കെ റിമൂവ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതാ ഒരു വീഡിയോ ടാഗ് ഉണ്ട്. ആ വീഡിയോ ടാഗ് ക്ലോസ് ചെയ്തു. ഒരു സോഴ്സ് എന്നുള്ളൊരു ടാഗും കൂടി ഇട്ടു. ആ സോഴ്സ് എന്നുള്ള ടാഗിന് ക്ലോസ് ഇല്ല. ഓക്കെ, അതിൽ SRCയിൽ ഒരു വീഡിയോ വരെ ഇത് കൊടുക്കും. നമുക്കൊരു തൽക്കാലം ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യും. നമുക്കൊരു വീഡിയോ സെലക്ട് ചെയ്യണം, ഇത് ഡൗൺലോഡ് ചെയ്തു. ഈ ക്യാൻവ എന്നുള്ളൊരു സൈറ്റ് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ജസ്റ്റ് കാണിച്ചത് ക്യാൻവ കളർ സെലക്ട് ചെയ്യാൻ ഭയങ്കര യൂസാണ് ക്യാൻവ. കളർ പ്ലേറ്റ് ജനറേറ്റ് ചെയ്യാം. കളർ വീൽ വെച്ചിട്ട് കളർ മീനിങ്സ് കളർ വീൽ എടുക്കാം. ഓക്കെ, ഈ രീതിയിൽ വെബ്സൈറ്റിന് വേണ്ട കളർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇതൊക്കെ ഈ ക്യാൻവ എന്നുള്ള ഈ സൈറ്റിൻ്റെ യൂസാണ്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എന്താ ഈ ടൈപ്പ് എന്നെടുത്ത ആ വീഡിയോ സ്ലാഷ് ഏത് വീഡിയോ ഫോർമാറ്റ്, ജസ്റ്റ് ഇപ്പോൾ നമ്മളുടെ വീഡിയോ MP4 ആണ്, അതുകൊണ്ട് MP4 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ആ വീഡിയോ വന്ന് ഭയങ്കര സൈസാണ്. അപ്പോൾ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വിഡ്ത്ത് ഈക്വൽ ടു 500, ഹൈറ്റ് ഈക്വൽ ടു 500. അതെല്ലാം പിക്സലിലായിരിക്കും വിഡ്ത്തും ഹൈറ്റും ഉണ്ടാവുക. ഓക്കെ, ഉണ്ടോ ആ വീഡിയോ വന്നു. പക്ഷേ ആ വീഡിയോ പ്ലേ ആക്കാനും മ്യൂട്ട് ചെയ്യാനും ആ ഒരു ഓപ്ഷൻസ് ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അടുത്തൊരു ആട്രിബ്യൂട്ടായ കൺട്രോൾസ് എന്നുള്ളത് ഒരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുന്നത്. ഇനി പോയി നമുക്ക് വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, പ്ലേ ആൻഡ് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി ഓഡിയോ ഇല്ല, നമുക്ക് വീഡിയോക്ക് ഓഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഇത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ പ്ലേ ആകുമ്പോൾ ഓഡിയോ വേണ്ട, മ്യൂട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ മ്യൂട്ടഡ് എന്ന് കൊടുത്താൽ മാത്രം മതി.